എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ വിഭവം തയ്യാറാക്കാം. ഇത് ചീമച്ചക്കയാണ്. നമ്മുടെ ഫാമിലുണ്ടായ ചീമച്ചക്കയാണിത്. ഒരു മരം വെച്ചു, 2 വർഷമായപ്പോഴത്തേക്ക് തന്നെ അതിൽ 5-6 കായുണ്ടായി. അതിലൊരെണ്ണം കുറച്ചെടുത്ത് തോരൻ വെച്ചു. ബാക്കി നമുക്കിതിന്ന് പുഴുങ്ങി പച്ചമുളക് ചമ്മന്തിയും കൂട്ടിയാണിത് കഴിക്കുന്നത്. ഇത് പുഴുങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി കഷ്ണങ്ങളാക്കിക്കൊണ്ട് വരട്ടെ. തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കിക്കൊണ്ട് വന്ന് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഇത് നടുവേ മുറിച്ച് കഴിയുമ്പോൾ ഇതിനും കൂഞ്ഞുണ്ട്, ചക്കയുടെ അതുപോലൊക്കെ തന്നെ. ഈ കൂഞ്ഞ് നമുക്കങ്ങ് മുറിച്ച് കളയാം. എന്നിട്ട് ഈ വലിപ്പത്തിലുള്ള കഷ്ണമായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള ചക്കയെ ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. ചീമച്ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു. ഇതിനി നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് ഇത് പുഴുങ്ങുന്നതിനായിട്ട് വെള്ളം ഒഴിച്ചല്ല പുഴുങ്ങുന്നത്, തേങ്ങാപ്പാൽ ഒഴിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരകി ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ തയ്യാറാവാനായിട്ട്. ഇതിനി അരിച്ച് പാത്രത്തിലോട്ട് ഒഴിച്ച് ഈ ചീമച്ചക്കയിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങാപ്പാലിനകത്ത് വെക്കുന്നതാണ് ടേസ്റ്റ്. വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, തേങ്ങാപ്പാലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലോട്ടാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആവിയിൽ വേവിച്ചെടുക്കാം. തീ വളരെ കുറച്ച് വെച്ച് പതുക്കെ. നല്ല കട്ടിയുള്ളൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ തേങ്ങാപ്പാലുള്ളത് കൊണ്ട് ചിലപ്പം അടിക്ക് പിടിക്കും. ഇനി ഇത് പതുക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചീമച്ചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് ചമ്മന്തി തയ്യാറാക്കാം. അതിനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളി, പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് എടുക്കാവുള്ളൂ. എരിവ് കുറച്ച് വേണ്ടവർ 1-2 അല്ലെങ്കിൽ 3 പച്ചമുളക് എടുക്കുക. ഇത് ഇച്ചിരി എരിവ് വേണ്ടവർക്ക് കുറച്ചേറെ പച്ചമുളക് എടുക്കാം. ഇത് അധികം എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മുളക് എടുത്തത്. ഇത്രയും ചെറിയ ഉള്ളി എടുത്തു. ഇനി ഉപ്പും കൂടി ഇട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് വേണ്ടത് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുളക് ചമ്മന്തി തയ്യാറായി. വെളിച്ചെണ്ണയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിക്കാം. ഇതിന് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ടേസ്റ്റ്. വേറെയുള്ള എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പോലുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. വെള്ളം ഒഴിക്കുന്നില്ല, നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചാലിച്ചെടുക്കുന്നത്. ഈ പച്ചമുളകിന് പകരം കാന്താരി മുളക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ വീട്ടിൽ കാന്താരി ഉണ്ട്, പക്ഷെ ഒരു മഴ ആയതുകൊണ്ട് എനിക്ക് മുറ്റത്തിറങ്ങാൻ വയ്യാത്തത് കൊണ്ട് പച്ചമുളക് എടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ചീമച്ചക്ക എന്തായെന്നൊന്ന് നോക്കാം. നമ്മുടെ ചീമച്ചക്കയിലെ തേങ്ങാപ്പാലെല്ലാം പറ്റി വെന്തോന്നൊന്ന് നോക്കാം. വെന്തു, നല്ലതായിട്ട് വെന്തു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചീമച്ചക്കയാണിത്. ഇത് തേങ്ങാപ്പാൽ നമ്മൾ ഒന്നിച്ച് ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, വെള്ളം ഊറ്റി കളയത്തില്ല. തേങ്ങാപ്പാലിനകത്ത് വറ്റിച്ചെടുക്കുകയാണ്, അതുകൊണ്ട് കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഒഴിച്ചത് പാകത്തിനായിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് വേകുന്നതും വളരെ സോഫ്റ്റായിട്ടുള്ള ചീമച്ചക്ക ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത്. വെളിയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വേവ് ചിലപ്പം സ്വല്പം കൂടുതലാവാൻ സാധ്യതയുണ്ട്. തേങ്ങാപ്പാൽ അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച്, വെന്തില്ലെങ്കിൽ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചെടുക്കാം. നമുക്ക് തേങ്ങാപ്പാലില്ലെങ്കിൽ പച്ചവെള്ളത്തിൽ വേവിച്ചാലും മതി.
ടേസ്റ്റിന് വലിയ വ്യത്യാസം വരത്തില്ല. തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റിയായ ചീമച്ചക്ക പുഴുങ്ങിയതും പച്ചമുളക് ചമ്മന്തിയും തയ്യാറായി. ഇന്നത്തെ അത്താഴം ഇതാണ് ഞങ്ങളുടേത്. ചീമച്ചക്ക കിട്ടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് പുഴുങ്ങി കഴിച്ചു നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും.